അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ പ്രവാചകൻ ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട ഒരു ഘാതകന്റെ ചരിത്രം അനുയായികൾക്ക് വിവരിച്ചു കൊടുത്തു. ഇസ്രായേൽ സമുദായത്തിൽ ഒരു സുപ്രസിദ്ധ ഘാതകനുണ്ടായിരുന്നു. 99 ആളുകളെ അയാൾ കൊന്നിട്ടുണ്ട്. ഇത്രയധികം മനുഷ്യാത്മാക്കളെ അയാൾ ഹനിച്ചു കളഞ്ഞെങ്കിലും പിന്നീട് അയാൾക്ക് പാപമെങ്കിലായ തന്റെ ജീവിതത്തെക്കുറിച്ച് ഖേദം തോന്നി. പർവ്വത സമാനമായ എൻ്റെ പാപങ്ങൾക്കൊരു പരിഹാരമുണ്ടാവുമെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഭാവിയിലെങ്കിലും സദ്വൃത്തനായി ജീവിക്കാനുള്ള വല്ല സാധ്യതയും തന്നിൽ അവശേഷിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ജിജ്ഞാസ അയാളിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. തന്നെ സൽപന്താവിലേക്ക് തിരിച്ചുവിടാൻ പ്രാപ്തനായ ഒരാളുടെ ഉപദേശം അയാൾക്ക് ആവശ്യമായിരിക്കുകയാണ്. ആരാണ് ഏറ്റവും വലിയ പണ്ഡിതൻ? അയാൾ അന്വേഷണം ആരംഭിച്ചു. ഒരു സന്യാസിയെ കുറിച്ച് അയാൾക്ക് വിവരം ലഭിച്ചു. തന്നെ നന്മയിലേക്ക് നയിക്കാൻ പ്രാപ്തനായിരിക്കും ആ ഭക്തനെന്ന് അയാൾക്ക് തോന്നി. ഒട്ടും വൈകി അയാൾ ആ ഭക്തനെ സമീപിച്ചു. 99 മനുഷ്യാത്മാക്കളെ വധിച്ചു കളഞ്ഞ ഒരു മഹാഘാതകനു പാപമോചനം സിദ്ധിക്കുമോ? അയാൾ സന്യാസിയോട് അഭിപ്രായം പറഞ്ഞു. തികഞ്ഞ അവജ്ഞയും അമർഷവും നിറഞ്ഞ സ്വരത്തിൽ സന്യാസി പറഞ്ഞു, ഇല്ല. ഇത് കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശയും കലിയും ഉളവായി. അയാൾ ക്ഷോഭിച്ച് ആ സന്യാസിയെയും കൊന്നുകളഞ്ഞു. അങ്ങനെ അയാൾ 100 പേരെ കൊന്ന പാപിയാണിപ്പോൾ. ഇനി എന്തു വേണം? ആ കൊലയാളിയുടെ ഹൃദയം തപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടുക, തുറക്കപ്പെടും. അയാളുടെ അന്തർഗതം സദാ അയാളോട് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ഭൂലോക പണ്ഡിതന്മാരിൽ മഹാൻ ആരാണ്? അയാൾ അന്വേഷണം തുടർന്നു. ഇക്കുറി അയാൾക്ക് ഒരു മഹാപണ്ഡിതനെ കുറിച്ച് ആണ് വിവരം ലഭിച്ചത്. താമസം വിന അയാൾ ആ വിദ്വാനെ സമീപിച്ചു. 100 ആളുകളെ വധിച്ച ഒരു മഹാപാപി മോക്ഷത്തിനർഹനാണോ? അയാൾ തന്റെ സംശയം പണ്ഡിതന്റെ മുമ്പിൽ തുറന്നു വെച്ചു. അതെ, തീർച്ചയായും അവൻ മോക്ഷത്തിനർഹനാണ്. പശ്ചാത്തപിച്ച ഹൃദയത്തോടെ സൃഷ്ടാവിലേക്ക് മടങ്ങുന്ന മനുഷ്യനെ തീർച്ചയായും അവൻ സ്വീകരിക്കും. ദൈവകാരുണ്യത്തിൽ നിന്ന് മനുഷ്യനെ തടഞ്ഞു നിർത്താൻ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് നീ ബുസ്ര രാജ്യത്തേക്ക് പോവുക. സർവാത്മന അള്ളാഹുവെ അനുസരിക്കുന്ന കുറെ സജ്ജനങ്ങൾ അവിടെയുണ്ട്. അവിടെ അവരോടൊപ്പം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കൊത്ത് ജീവിക്കുക. സ്വദേശത്തേക്ക് ഒരിക്കലും മടങ്ങരുത്. വളരെ മ്ലേച്ഛമായ ഒരു നാടാണ് നിന്റെ സ്വദേശം. പണ്ഡിതവാര്യൻ ആ കൊലയാളിക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ അയാൾ പണ്ഡിത നിർദ്ദേശിച്ച സ്ഥലത്തേക്ക് തിരിച്ചു. യാത്ര പകുതിയോളായതേ ഉള്ളൂ. അയാളുടെ ജീവിതാന്ത്യം സമാഗതമായി കഴിഞ്ഞു. ആരാണ് ഇയാളുടെ ആത്മാവ് ഏറ്റെടുക്കേണ്ടത്? കാരുണ്യത്തിന്റെയും ശിക്ഷയുടെയും മലക്കുകൾ തമ്മിൽ തർക്കമായി. തന്റെ ദുഷ്ചെയ്തികളിൽ പരമാവധി ഖേദിച്ച് പശ്ചാത്തപിച്ച ഹൃദയം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ആയതുകൊണ്ട് ഈ വിശുദ്ധന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അർഹത ഞങ്ങൾക്കാണ്. കാരുണ്യത്തിന്റെ മലക്കുകൾ വാദിച്ചു. ജീവിതത്തിൽ അണു അളവും നന്മ പ്രവർത്തിച്ചിട്ടില്ലാത്ത കൊടും പാപിയാണവൻ. അതുകൊണ്ട് ഈ ദുഷ്ടന്റെ നീചമായ ആത്മാവിനെ നിഷ്കൂരണം പിടിച്ചെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ്. ശിക്ഷയുടെ മലക്കുകളും ന്യായവാദം നടത്തി. മലക്കുകൾ തമ്മിലുള്ള തർക്കം മൂത്തു. അപ്പോൾ മനുഷ്യരൂപത്തിൽ മറ്റൊരു മലക്ക് അവിടെ ആഗതനായി. ആഗതൻ അവർക്കിടയിൽ
മധ്യസ്ഥം വഹിച്ചു. അയാൾ സഞ്ചരിച്ച വഴിയുടെയും സഞ്ചരിക്കാൻ ബാക്കിയുള്ള വഴിയുടെയും ദൂരം നിങ്ങൾ അളന്നു തിട്ടപ്പെടുത്തുക. താൻ ലക്ഷ്യം വെച്ച പ്രദേശത്തേക്കാണ് ഇദ്ദേഹം അല്പമെങ്കിലും അടുത്തതെങ്കിൽ അയാളുടെ ആത്മാവ് കാരുണ്യത്തിന്റെ മലക്കുകൾ സ്വീകരിക്കട്ടെ. അയാൾ പുറപ്പെട്ട പ്രദേശത്തോടാണ് അടുത്തിരുന്നതെങ്കിൽ ശിക്ഷയുടെ മലക്കുകൾ ഏറ്റെടുക്കട്ടെ. മധ്യസ്ഥൻ വിധി കൽപ്പിച്ചു. അവർ വഴിയുടെ രണ്ടറ്റത്ത് നിന്നുള്ള ദൂരം സൂക്ഷ്മമായി അളന്നു. പരിശോധിച്ചപ്പോൾ അയാൾ പോകാനുദ്ദേശിച്ച രാജ്യത്തോടാണ് ഒരു ചാൺ അടുത്തിരിക്കുന്നതായി കണ്ടു. അനന്തരം അയാളുടെ ആത്മാവ് കാരുണ്യത്തിന്റെ മലക്കുകൾ സന്തോഷം സ്വീകരിച്ചു.